റിച്ച് ആയിട്ടുള്ള ആളുകൾ വീണ്ടും വീണ്ടും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയും. അവർ മുഴുവൻ സമയം പ്രയത്നിക്കുന്നതും അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുഴുവൻ സമയം പണം ഉണ്ടാക്കാൻ പണിയെടുക്കുന്നു, അവർ ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടി പണിയെടുക്കുന്ന പണം എങ്ങനെ ഉണ്ടാക്കാം. അതായത് അവർ അസറ്റുകൾ വാങ്ങിക്കൂട്ടുവാനാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ ആകുമ്പോൾ അവർക്ക് പണിയെടുത്തിട്ടില്ലെങ്കിലും അവർ ഉറങ്ങിക്കിടക്കുമ്പോഴും അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും അവർക്ക് അതിൽ നിന്നും കിട്ടേണ്ട റെൻ്റൽ റിട്ടേൺ ആണെങ്കിലും ഡിവിഡൻഡ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലിയാബിലിറ്റീസ് ആണ് വാങ്ങിക്കൂട്ടുന്നത്. നമ്മൾ കാറ് വാങ്ങുന്നു, നമ്മുടെ മൊബൈൽ ഫോൺ അപ്ഡേറ്റ് ചെയ്യുന്നു, നമ്മുടെ വീടുമേൽ ഒരുപാട് പൈസ കയറ്റുന്നു. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഓഫീസിൽ പോയിട്ടില്ലെങ്കിൽ നമുക്കന്ന് സാലറി കട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വരുമാനമൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഗോൾഡ് റേറ്റ് നമുക്കറിയാം ഒരു 303 ദിർഹംസാണ് 24 ക്യാരറ്റ് 1 ഗ്രാമിൻ്റെ റേറ്റ്. ഇന്ന് അത് എത്തി നിൽക്കുന്നത് ഏകദേശം 439 ദിർഹംസാണ്. അപ്പം അന്നൊരു 100 ഗ്രാമിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം 13,500 ദിർഹംസ് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ പണം പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 24 ക്യാരറ്റ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനാകുമ്പോൾ 5% എക്സ്ട്രാ വാറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല. നമുക്ക് ഗോൾഡ് റേറ്റ് കൊടുത്താൽ മതി.